ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ സൈക്കോളജിയിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിച്ചു, എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലേ, വികാസ തത്വങ്ങളെക്കുറിച്ചും പഠിച്ചു. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റുമായി റിലേറ്റഡ് ആയിട്ട് തേർഡ് ക്ലാസ് ആണിത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് അതിൽ ശാരീരിക ചാലക വികാസം അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കാം, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, മോട്ടോർ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെ എല്ലാ സ്റ്റേജിലുമുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, എല്ലാ ആസ്പെക്ട്സിലുമുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയ്ക്ക് ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഏകദേശം ഒരു 2 വയസ്സ് വരെ ആ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ റാപ്പിഡ് ആയിരിക്കും. ഇപ്പോൾ ഇൻഫാൻസിയിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് വളരെ റാപ്പിഡ് ആയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. ദ്രുതഗതിയിലുള്ള വികാസമായിരിക്കും. ശിശുവികാസം ശ്രേണീബന്ധിതമായ ഒരു തുടർ പ്രക്രിയയാണ്. ജനനം മുതൽ വിവിധ ശേഷികൾ ശ്രേണീബന്ധിതമായി പ്രായമനുസരിച്ച് വികസിച്ച് വരുന്നത് നിരീക്ഷിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് ഏറ്റവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് അമ്മമാർക്കാണ് അല്ലേ. ഒരു കുഞ്ഞ് പിറന്ന് വീണ് അവനിലുണ്ടാവുന്ന ആ ഒരു ഡെവലപ്മെൻറ്റ് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അമ്മമാർക്ക് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ ഇത് വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ സ്ഥൂല പേശി ചലനം, അതായത് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റിൽ നിന്നാണ് സൂക്ഷ്മ പേശി ചലനത്തിലേക്കുള്ള കഴിവ് നേടുന്നത്. നമ്മൾ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, ദൂരെ ഇരിക്കുന്ന ഒരു പേനയോ പെൻസിലോ എന്തെങ്കിലും ഒന്ന് എടുക്കാൻ വേണ്ടി ഒരു കുട്ടി അവൻ്റെ ശരീരം മുഴുവനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് അല്ലേ. പക്ഷെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ഒരു പേന 2 വിരൽ കൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെയാണോ കുഞ്ഞു കുട്ടികൾ എടുക്കുന്നത്? അല്ല. അപ്പോൾ ആ ഒരു ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റിൽ നിന്ന് ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റിലേക്കുള്ള ആ ഒരു പോക്കാണ് ആ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു വന്നത്. ഓക്കെ, ഇനി 3 വയസ്സുകാരായിട്ടുള്ളവരിൽ എന്തൊക്കെ ശാരീരിക ചാലക വികാസങ്ങളാണ് നടക്കുന്നത് എന്ന രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇത് കുറച്ച് പാരഗ്രാഫ് വൈസായിട്ട് ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ പഠിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഓരോ ഡെവലപ്മെൻറ്റും നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അത് നമുക്കിവിടെ താഴെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ ആ ബോക്സിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഒരു ബോക്സിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡയറക്റ്റ് ഞാൻ ഈ ഒരു ബോക്സിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യം തന്നെയാണ് മുകളിൽ പാരഗ്രാഫ് വൈസ് ആയിട്ട് തന്നിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇതിൻ്റെ PDF പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ടെലഗ്രാം ഗ്രൂപ്പിലാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് കോഡ് നമ്പർ 101 എന്നുള്ള സൈക്കോളജി ബുക്കാണ് DLEDൻ്റെ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാം. 2nd ചാപ്റ്ററാണ് കേട്ടോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശിശുവികാസം. അപ്പോൾ ഈ ബോക്സ് നോക്കാം. ശിശുവികാസത്തിൻ്റെ നാഴികക്കല്ലുകൾ നോക്കിയേ. 3+ ഇയേഴ്സ് ഉള്ള കുട്ടികളിലെ സ്ഥൂല പേശി വികാസവും സൂക്ഷ്മപേശി വികാസവും ഭാഷാപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതുപോലെ വ്യക്തിപരവും സാമൂഹികവുമായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ 3+ ഇയേഴ്സ് ഉള്ളവരിൽ സ്ഥൂലപേശി വികസനം എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ? പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. നമുക്കറിയാലോ, 3 വയസ്സുള്ളൊരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ വീട്ടിലൊരു സ്റ്റെയർ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റെയറിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കും അല്ലേ, അവൻ മുകളിലേക്ക് കയറാതിരിക്കാനായിട്ട്. അപ്പോൾ പടികൾ കയറാനും ഇറങ്ങാനും ഉള്ള ഒരു കഴിവൊക്കെ ആർജിച്ചെടുക്കും. അതുപോലെ മുച്ചക്ര വാഹനം ചവിട്ടും അല്ലേ, സൈക്കിള്. പിന്നീട് കുറച്ച് നേരത്തേക്ക് ഒറ്റക്കാലിൽ നിൽക്കാൻ, അങ്ങനെയൊക്കെയുള്ള കഴിവുകളൊക്കെ ആ കുട്ടിക്ക് നേടിയിരിക്കും. പിന്നെ സൂക്ഷ്മപേശി ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റിലേക്ക് വരുമ്പോൾ നെടുകയും കുറുകയുമുള്ള വരകൾ വരയ്ക്കാനൊക്കെ അവർ ആർജിക്കും. ആ ഒരു കഴിവൊക്കെ അവർ ആർജിക്കും. അതുപോലെ വട്ടം വരയ്ക്കാൻ വേണ്ടിയിട്ട് ക്രയോൺസ്, പെൻസിൽ എന്നിവയൊക്കെ ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് അവർക്ക് പറ്റും. കറക്റ്റായിട്ട് ഒരു പിക്ചർ പെയിൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയിട്ടും അവരതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. 10 ക്യൂബുകൾ വരെയൊക്കെ എണ്ണും അല്ലേ. 1 തൊട്ട് 10 വരെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയും അത് എണ്ണയും അടുക്കുകയും ഒക്കെ ചെയ്യും. ഭാഷാപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സംസാരശേഷി 10 മടങ്ങ് വർദ്ധിക്കും. 3+ ഇയേഴ്സ് ഉള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, സംസാരശേഷി പടപടപടപടാന്ന് പറയും. പക്ഷെ നമുക്കൊന്നും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. പൂർണ്ണമായിട്ടുള്ള വാക്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങുന്ന ഒരു ചെറിയ വാക്യങ്ങളൊക്കെ, അമ്മേ എനിക്കത് വേണം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അവരുടെ ഡെവലപ്മെൻറ്റ് വരും. സ്വന്തം പ്രായവും ലിംഗപദവിയും തിരിച്ചറിയുന്നു. അതുപോലെ വസ്തുക്കൾ വളരെ കൃത്യമായി എണ്ണുന്നു. 3 വസ്തുക്കൾ വരെ, 3, 4 വരെയൊക്കെ കൃത്യമായിട്ട് എണ്ണും. ചില കുട്ടികളൊക്കെ 10 ക്യൂബ് വരെയൊക്കെ അടുക്കി വയ്ക്കും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 10 ക്യൂബുകൾ വരെയൊക്കെ അടുക്കി വയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കും. എണ്ണാനായിട്ട് പറയുമ്പോൾ അവർക്ക് 1, 2, 3 കഴിയുമ്പോൾ ചിലപ്പോൾ 5 ആയിരിക്കും. ആ ഒരു കറക്റ്റായിട്ടുള്ള വന്നില്ലെങ്കിൽ കൂടിയിട്ടും അവർ പറഞ്ഞു തുടങ്ങാനൊക്കെ ശ്രമിക്കും അല്ലേ. അതുപോലെ കഥകൾ കേൾക്കാനും പറയാനും ഒക്കെ താല്പര്യം കാണിക്കും. ചിത്രം കാണിച്ച് കഥ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവർക്ക് പ്രചോദനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ചിലപ്പോൾ ഒരു
ഈ ഭാഗത്തു നിന്നൊക്കെ എന്തായാലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ട് വന്നിട്ട് 3+ ഇയേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കതൊക്കെ എഴുതാവുന്നതേ ഉള്ളൂ. എന്നാലും ഒന്ന് വായിച്ച് വെച്ചേക്കാം. ഓക്കെ. ഇനി വ്യക്തിപരവും സാമൂഹികപരവുമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ചോദിച്ചാൽ സവിശേഷമായ വ്യക്തി കേന്ദ്രീകൃത ചിന്തയും സ്വഭാവവും ഉണ്ടാകും. സമപ്രായക്കാരുടെ കളി പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് അതുപോലെ തനിയെയാണ് കളിക്കുക കേട്ടോ. 3+ ഇയേഴ്സ് ഉള്ള കുട്ടികൾ തനിയെ കളിക്കാനാണ് ഇഷ്ടപ്പെടുക. അതുപോലെ തന്നെ അവരുടെ ടോയ്സൊക്കെ ഉപയോഗിച്ച് അത് ഷെയർ ചെയ്യാനൊന്നും താല്പര്യപ്പെടുന്നില്ല. അത് ഉപയോഗിച്ച് സ്വന്തമായിട്ട് കളിക്കാനാണ്. മറ്റുള്ള കുട്ടികളൊക്കെ കളിക്കുന്ന ഒബ്സർവ് ചെയ്തിട്ട് ആ രീതിയിൽ സ്വന്തമായിട്ട് കളിക്കാനാണ് ഇഷ്ടപ്പെടുക. പിന്നെ വസ്ത്രം അഴിക്കുന്നതിനൊക്കെ പ്രാപ്തനാകുന്നു, കൈ കഴുകുന്നു, തൻ്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കിട്ടാൻ കൂടുതൽ നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുന്നു. അത് ഹനിക്കപ്പെട്ടാൽ സാഹചര്യം നോക്കാതെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 3+ ഇയേഴ്സിൽ. ഇനി 4+ലേക്ക് വരുമ്പോൾ ഒറ്റക്കാലിൽ നിൽക്കുക, കത്രിക ഉപയോഗിച്ച് പേപ്പറുകൾ മുറിക്കുക. അതായത് കുറച്ചുകൂടി 3+നെ കമ്പയർ ചെയ്തിട്ട് 4+ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഫൈൻ മോട്ടോർ സ്കിൽസിലേക്ക് അവർ വരുന്നുണ്ട്. ചതുരം, അതുപോലെ പ്ലസ് ചിഹ്നം, അധിക ചിഹ്നമൊക്കെ വരയ്ക്കും. 2 മുതൽ 4 വരെ അവയവങ്ങളോട് കൂടിയ മനുഷ്യനെ വരയ്ക്കും. 4 വസ്തുക്കൾ വരെ കൃത്യമായിട്ട് എണ്ണാനൊക്കെ സാധിക്കും. ഇതൊക്കെ ഒരു മോഡറേറ്റ് ലെവലിൽ നിന്നിട്ടാണ് പറയുന്നത്. 3+ ഇയേഴ്സ് ഉള്ള കുട്ടികൾ 100 വരെ എണ്ണുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഒരു മോഡറേറ്റ് ലെവലിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 വസ്തുക്കൾ വരെ കൃത്യമായിട്ട് എണ്ണാനും സ്വന്തമായിട്ട് കഥകളിൽ യുക്തിബോധം കടന്നു വരുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഒരേ ചിത്രകഥ തന്നെ വീണ്ടും വീണ്ടും വായിച്ചു കേൾപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുപോലെ നോക്കിയേ, ഇപ്പുറത്ത് 3+ ഇയേഴ്സിൽ നമ്മൾ എന്താ പറഞ്ഞേ, കുട്ടി തനിയെ കളിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 4+ലേക്ക് വരുമ്പോൾ സമപ്രായക്കാരുമായി ചേർന്ന് കൊടുക്കൽ വാങ്ങൽ രീതിയിലേക്കൊക്കെ കളി വരുന്നുണ്ട്. മറ്റേത് സ്വന്തം കളിച്ചുകൊണ്ടിരുന്നത്. 4+ ആകുമ്പോഴേക്കും പ്രായക്കാരുമായിട്ട് ചേർന്ന് കളിക്കാനും അവർക്ക് ഷെയർ ചെയ്യാനും ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട്. അതുപോലെ ടോയ്ലറ്റ് ട്രെയിനിങ് കണ്ടോ, ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കാനായിട്ട് ശീലിച്ച് തുടങ്ങുന്നത് 4+ ഇയേഴ്സ് ആയിട്ട് വരുമ്പോഴേക്കാണ്. ഇനി അടുത്തത് 5+ലേക്ക് വരുമ്പോൾ വള്ളിച്ചാട്ടം, സ്കിപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പ്രാപ്തരാകുന്നുണ്ട്. പിന്നെ ത്രികോണം വരയ്ക്കുന്നു, മനുഷ്യരൂപം പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നു. ചിത്രം വരച്ച് നിറം നൽകുക, അതാണ് അവരുടെ പ്രധാന പ്രവർത്തനം. ആ ഒരു സമയത്ത് മനസ്സിൽ തങ്ങിയ കാര്യങ്ങളൊക്കെ മിഴിവോടുകൂടി വരയ്ക്കാനൊക്കെ സാധിക്കുന്നു. 4 നിറങ്ങൾ വരെ തിരഞ്ഞെടുക്കുന്നു. 10 വസ്തുക്കൾ വരെ കൃത്യമായിട്ട് എണ്ണാനുള്ള ഒരു ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റിലേക്കൊക്കെ അവർ വരുന്നുണ്ട്. പിന്നെ കഥകൾ യുക്തിസഹമാവുകയും സാങ്കല്പിക വായന, എഴുത്ത് എന്നിവയൊക്കെയാണ്. അതായത് അവർക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ കൂടിയിട്ട് അവരിങ്ങനെ ബുക്കൊക്കെ തുറന്ന് വെച്ചിട്ട് എന്തൊക്കെയോ വായിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുകയാണ് ചെയ്യുക. സാങ്കല്പിക വായന അല്ലെങ്കിൽ സാങ്കല്പിക എഴുത്ത്, അതൊക്കെ എവിടെ നടക്കുന്ന 5+ ഇയേഴ്സിൽ വരുന്ന ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഇനി സ്വന്തമായി വസ്ത്രം ധരിക്കുകയും അഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂട്ടുകാരോട് താല്പര്യം വർദ്ധിക്കുന്നു, കളിപ്പാട്ടങ്ങൾ പങ്കുവയ്ക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പരാതി പറയാനുള്ള പ്രവണത വർദ്ധിക്കുകയും ആവുന്നു. ഓക്കെ അല്ലേ? ഇനി ശൈശവകാലത്തെ ശേഷി വ്യത്യാസങ്ങളെക്കുറിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ താരതമ്യ പട്ടിക പോലെ തന്നിരിക്കുന്നത് നോക്കാം. 3 to 4 ഇയേഴ്സ്, 4 to 5 ഇയേഴ്സ്, 5 to 6 ഇയേഴ്സ് എന്നീ പ്രായക്കാരിൽ പേശി ശേഷികൾ, ഭാഷ, വൈകാരികത, അറിയാനുള്ള താല്പര്യം, പ്രവർത്തനശേഷി, താല്പര്യങ്ങൾ തുടങ്ങിയവയിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നോക്കാം. 3 to 4 ഇയേഴ്സ് ആണെങ്കിൽ സ്ഥൂല സൂക്ഷ്മ പേശികൾക്ക് വേണ്ട നിയന്ത്രണം കുറവാണ്. ഇനി 4 to 5ലേക്ക് വരുമ്പോൾ സ്വന്തമായിട്ട് ദിനചര്യകൾ ചെയ്യുവാനും വസ്ത്രം ധരിക്കാനും ഒക്കെ ആരംഭിക്കുന്നുണ്ട്. 5 to 6 ആയി കഴിയുമ്പം അവർ ഓക്കെയാണ്, സ്വന്തം ആവശ്യങ്ങളൊക്കെ സ്വന്തം ചെയ്യാൻ കഴിയുന്നവരായിട്ട് മാറുന്നുണ്ട്. ഇനി 3 to 4ലെ കുട്ടികളെ സംബന്ധിച്ച് മുതിർന്നവരുടെ അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള ശ്രദ്ധയോടുകൂടി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് പറ്റുള്ളൂ അല്ലേ. പക്ഷേ 4 to 5ലേക്ക് വരുമ്പോൾ കൂട്ടുകൂടാനും മുതിർന്നവരോട് ധാരാളം സംസാരിക്കാനുള്ള ശേഷിയൊക്കെ കുട്ടികൾ ആർജിച്ചെടുക്കും. 5 to 6 ആകുമ്പോഴോ കൂട്ടുകാരുണ്ടാവുകയും മുതിർന്നവരിൽ നിന്നൊരു സ്വാതന്ത്ര്യം നേടിയ പോലെ കുറച്ച് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നതൊന്നും കുറയും. സ്കൂളിലൊക്കെ പോയി തുടങ്ങാൻ പ്രത്യേകിച്ച് അവർക്ക് കൂട്ടുകാരൊക്കെ ആയി കഴിയുമ്പോൾ എപ്പോഴും നമ്മളുടെ പുറകെ നടക്കുന്ന കുഞ്ഞുങ്ങൾ കുറച്ചൊന്ന് ഡിപ്പെൻഡൻസി കുറഞ്ഞ പോലെ നമുക്ക് തോന്നും. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറി തുടങ്ങും അല്ലേ. ഇനി 4th വണ്ണിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരുടെ കളി കണ്ട് അതുപോലെ ഒറ്റയ്ക്കിരുന്ന് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ 4 to 5ലേക്ക് വരുമ്പോൾ കൂട്ടുകൂടി കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ. കളിപ്പാട്ടങ്ങൾ പങ്കുവയ്ക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ ഒരു കപ്പാസിറ്റി ഉള്ളവരായിട്ട് മാറും. ഇനി 5 to 6ലേക്ക് വരുമ്പോൾ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കളികളിൽ ഏർപ്പെടുന്നവരായിരിക്കും. അതായത് ഓരോ കളിക്കും ഓരോ നിയമമുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണ് അവർ കളികളിൽ ഏർപ്പെടുക. അതിൽ കള്ളത്തരം കാണിക്കും, തമ്മിൽ അടികൂടും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഇനി 5th വരുമ്പോൾ ഊർജ്ജസ്വലരായിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് ശാഠ്യം കാണിക്കുന്ന ഒരു പ്രവണതയാണ് അവർക്ക് 3 to 4ലേക്ക് വരുമ്പോൾ.
ഇനി 4 to 5 ആണെങ്കിൽ അവർ ഊർജ്ജസ്വലരാണ്, അതുപോലെ തന്നെ പ്രവർത്തന നിരതരാണ്, ശാഠ്യ സ്വഭാവമൊക്കെ കാണിക്കും. 5 to 6 വരുമ്പോൾ ചില കാര്യങ്ങളിലേക്ക് മാത്രം ആ ശാഠ്യം ഒതുങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുട്ടികൾ പൊതുവെ എന്താണ്? ഊർജ്ജസ്വലരാണ്. അപ്പോൾ എപ്പോഴും പ്രവർത്തന നിരതരും ഊർജ്ജസ്വലരുമായി കാണപ്പെടുന്നവരാണ് കുട്ടികൾ. അപ്പോൾ ആ ശാഠ്യത്തിൻ്റെ അളവ് താരതമ്യേന കുറഞ്ഞു വരും എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കിയത്. 6th പോയിന്റിലേക്ക് വരുമ്പോൾ ചെറു വാക്യങ്ങളിലൂടെയുള്ള നിർദ്ദേശങ്ങളൊക്കെ തിരിച്ചറിയാൻ, മോനെ അങ്ങനെ ചെയ്യരുത്, മോളെ അവിടേക്ക് പോകരുത് എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവില്ലേ എന്താ പറയുന്നതെന്ന്. അവരെ സംബന്ധിച്ച് തിരിച്ച് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ളിലുള്ള പദസമ്പത്ത് കുറവാണ്. കുട്ടികൾ സംസാരിച്ചു വരുന്നതേ ഉള്ളൂ. അവർക്കത് ചെറിയ കാര്യങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ഇനി 4+ വരുമ്പോൾ എന്താണ്? നിർദ്ദേശങ്ങൾ തിരിച്ചറിയുന്നതിനും അവ പാലിക്കുന്നതിനുമുള്ള കഴിവ് കുട്ടികൾ ആർജിച്ചെടുക്കും. 5+ വരുമ്പോൾ കൂടുതൽ നിർദ്ദേശങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സൂക്ഷ്മമായി ഭാഷയിലൂടെ പ്രകടിപ്പിക്കാനും അവർക്ക് കഴിയും. അവരുടെ പദസമ്പത്ത് കൂടി വരും. ആ പദങ്ങൾ കൂടിച്ചേർത്ത് വാക്യങ്ങളായിട്ട് അവർക്ക് പറയാനുള്ള കപ്പാസിറ്റി ഒക്കെ അവർ ആർജിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊന്നും നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നമ്മളുടെ ഒബ്സർവേഷനിൽ നിന്ന് തന്നെ നമുക്കതൊക്കെ എഴുതാവുന്നതേ ഉള്ളൂ, ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തത് ശാരീരിക ചാലക വികാസവും കളിയും. ശാരീരിക ചാലക വികാസവും കളിയും എന്ന ഏരിയയിൽ എന്താ പറയുന്നത് നോക്കാം. ഇനി ഈ ഒരു ഭാഗത്ത് കളികളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. ശാരീരിക ചാലക വികാസവും കളിയും. അപ്പോൾ കുട്ടികളുടെ ആരോഗ്യ നാഡീവ്യൂഹത്തിന്റെ വളർച്ചയ്ക്കും അതുപോലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പേശി ദൃഢതയ്ക്കും ഒക്കെ കായിക പ്രവർത്തനത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കുട്ടികളുടെ ജന്മസിദ്ധമായിട്ടുള്ള പ്രധാന പ്രകൃതം എന്ന് പറയുന്നത് കളികളോട് കാണിക്കുന്ന താല്പര്യമാണ്. കുട്ടികൾക്ക് കളികളോട് വളരെയധികം താല്പര്യമുള്ള ഒരു ഏജാണ് ഈ 3 to 6 എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിലളിതമായിട്ടുള്ള കളികളിൽ പോലും കായിക പ്രവർത്തനത്തിന്റെ സാധ്യതകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കായിക പ്രവർത്തനങ്ങൾ ശാരീരിക നൈപുണികൾ ആർജിക്കുന്നതിനും ശാരീരിക ചാലക വികാസം ത്വരിതപ്പെടുത്തുന്നതിനും ഏറെ സഹായിക്കും. ശിശു വികാസത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗമാണ് ശിശുക്കൾക്ക് ലഭ്യമാകുന്ന അനുഭവ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അധ്യാപകരാകട്ടെ അല്ലെങ്കിൽ നമ്മൾ രക്ഷിതാക്കളാവട്ടെ കുഞ്ഞെ കളിക്കരുത്, അല്ലെങ്കിൽ കളിക്കാനുള്ള അതിന് നിബന്ധന നമ്മൾ വയ്ക്കാനായിട്ട് പാടില്ല എന്നാണ് മനസ്സിലാക്കണ്ടേ. 3 to 6 വയസ്സ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് പഞ്ചേന്ദ്രിയങ്ങളുടെ സെൻസ് ഓർഗൻസിൻ്റെ ഒക്കെ ദ്രുതഗതിയിലുള്ള വികാസം നടക്കുന്ന ഒരു സമയമാണ്. അതുപോലെ മസ്തിഷ്ക വളർച്ചയുടെ ഭൂരിഭാഗവും കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു സമയത്താണ്. കൂടാതെ ശാരീരിക ചാലക മേഖലകളിലും ഭാഷാ മേഖലകളിലും മറ്റും വലിയ തോതിൽ വികാസം നടക്കുന്ന ഒരു പ്രായം കൂടിയാണ് ഈ 3 to 6 എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കേണ്ട അനുഭവങ്ങൾ ശരിയായ അളവിലും ഗുണനിലവാരത്തിലും കിട്ടിയാൽ മാത്രമാണ് ആ സമയത്ത് നടക്കേണ്ട ശിശുവികാസം പൂർണ്ണമായിട്ട് നടക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ശിശു വളരുന്ന പരിസ്ഥിതി, അതിലെ നാനാവിധത്തിലുള്ള ജീവികൾ, കൂട്ടുകാര്, വസ്തുക്കൾ ഇവയുമായിട്ടുള്ള സമ്പർക്കമൊക്കെ വരുമ്പോഴാണ് ഈ രീതിയിലുള്ള വികാസം സംഭവിക്കുകയുള്ളൂ. എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്? സെൻസ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ മസ്തിഷ്കത്തിന്റെ ഡെവലപ്മെന്റ്, ശാരീരിക ചാലക മേഖലകളുടെ വികാസം, ഭാഷാ മേഖലയുടെ വികാസം, ഇതെല്ലാം നടക്കുന്നത് ഈ ഒരു സമയത്താണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള കളികളും കളി പ്രവർത്തനങ്ങളുമൊക്കെ ഇതിൽ വലിയൊരു അവസരം ഒരുക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കിയേ, പഞ്ചേന്ദ്രിയങ്ങളുടെയും സ്ഥൂല സൂക്ഷ്മപേശികളുടെയും വികാസം, കണ്ണിൻ്റെയും കൈയുടെയും ഏകോപന പ്രവർത്തനം, പ്രാഗ് വായന, ലേഖന, ഗണിതശേഷികൾ തുടങ്ങിയവയ്ക്ക് അനുഗുണമായ കളിപ്രവർത്തനങ്ങളാണ് പ്രീ പ്രൈമറി കാലത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവർക്ക് കളികൾ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ കുഞ്ഞുങ്ങൾക്കുള്ള കളി പ്രവർത്തനങ്ങൾക്കുണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ പ്രകൃതത്തിനും അവരുടെ നിലവാരത്തിനും യോജിച്ചതായിരിക്കണം, രസകരമായിരിക്കണം, അല്ലേ? അതുപോലെ പരിസരബന്ധിതമായിരിക്കണം, ജീവിതഗന്ധി ആയിരിക്കണം, ലളിതമായിട്ടുള്ള കളികൾ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ചാലക വികാസ തത്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വികാസ തത്വങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കണക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് പോയിന്റ്, സ്ഥൂല ചലനങ്ങളിൽ നിന്ന് സൂക്ഷ്മ ചലനത്തിലേക്ക്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചെറുപ്രായത്തിലുള്ള ഒരു കുഞ്ഞ് നമ്മൾ അവനെ ചിരിപ്പിക്കാൻ നോക്കിയാൽ അവൻ ചിരിക്കുന്നത് എങ്ങനെയാണ്? ബോഡി ഫുള്ളായിട്ട് ഇളകിക്കൊണ്ടാണ് ആ കുഞ്ഞ് ചിരിക്കുക, അല്ലേ? അപ്പോൾ നമ്മൾ ചിരിക്കുന്നത് അങ്ങനെയാണോ? അല്ല. അപ്പോൾ സ്ഥൂല ചലനത്തിൽ നിന്ന് സൂക്ഷ്മ ചലനത്തിലേക്ക് എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഇനി അടുത്തൊന്ന് നോക്കിയേ, സ്ഥൂല പേശിയിൽ നിന്ന്
സൂക്ഷ്മ പേശികളിലേക്കുള്ള വികാസം എങ്ങനെയാണ്? ഒരു കൊച്ചു കുഞ്ഞിന് ഒരു പെൻസിലോ പേനയോ കൊടുത്താൽ 2 കൈ ഉപയോഗിച്ചാണ് ആ കുട്ടി അത് പെൻസിൽ മേടിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളോട് ഒരു പെൻസിലോ പേനയോ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? 2 വിരലുകൾ ഉപയോഗിച്ച് ആണത് എടുത്ത് എഴുതാനായിട്ട് ഉള്ള ശ്രമം നടക്കുക. അപ്പോൾ ആ ഒരു മാറ്റമാണ് പറയുന്നത് സ്ഥൂല പേശിയിൽ നിന്ന് സൂക്ഷ്മ പേശിയിലേക്ക് എന്ന രീതിയിലുള്ള വൈദഗ്ധ്യം കൈവരിക്കും. പിന്നെ അടുത്ത പോയിന്റ്, ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക്, അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെയും നവജാത ശിശുവിൻ്റെയും വികാസം ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക് എന്ന ക്രമത്തിലാണ് നടക്കുന്നത്. തല, കഴുത്ത്, ഉടൽ, പാദം എന്ന ക്രമത്തിലുള്ള വികാസം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ അവൻ്റെ തല ആദ്യം ഉറയ്ക്കണം. തല ആദ്യം ഉറച്ചതിന് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? അവൻ കമിഴ്ന്ന് വീഴുന്നതും പിന്നീട് എഴുന്നേറ്റിരിക്കുന്നതും നടക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ. അപ്പോൾ ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക് എന്ന രീതിയിലാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്നാണ് പറയുന്നത്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ഇനി അടുത്തത്, അധികോർജ വിനിമയത്തിൽ നിന്ന് ലഘു പ്രയത്നത്തിലേക്ക്. എന്താ ഇവിടെ പറയുന്നത്? ഒരു ശിശു ഏർപ്പെടുന്ന പല പ്രവർത്തനങ്ങളിലും വർദ്ധിതമായ രീതിയിൽ ഊർജം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ആ കുട്ടി എന്താ ചെയ്യുന്നത്? അവൻ്റെ ബോഡി ഒന്നാകെ ചലിപ്പിച്ച് എല്ലാ അവയവങ്ങളും ചലിപ്പിച്ചിട്ടാണ് അവൻ ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ അധിക ഊർജം ആവശ്യമായിട്ട് വരുന്നത്? കുട്ടി വളർന്നു വരുന്നതോടൊപ്പം എന്താ ചെയ്യുന്നത്? ശാരീരിക പ്രവർത്തനങ്ങളിലൊക്കെ ലഘുവായ രീതിയിൽ മാത്രം ഊർജ്ജ വിനിയോഗം അല്ലെങ്കിൽ പ്രയത്നമൊക്കെ നടത്തുന്ന രീതിയിലേക്ക് ഉള്ള ഒരു മാറ്റമാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, ദ്വിപാർശ്വത്തിൽ നിന്ന് ഏക പാർശ്വത്തിലേക്ക്. കുട്ടിക്കാലത്ത് ശരീരത്തിന്റെ ഇരുഭാഗവും ഒരുപോലെ ഉപയോഗിച്ചിരുന്ന കുട്ടിയുടെ ചാലക വൈദഗ്ധ്യം ക്രമേണ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതലായി കേന്ദ്രീകരിക്കുന്ന ഈ സവിശേഷതയാണ് ബൈലാറ്ററലിൽ നിന്ന് ഏക പാർശ്വത്തിലേക്ക് എന്ന, ബൈലാറ്ററൽ ടു യൂണിലാറ്ററലിലേക്ക് എന്ന രീതിയിൽ ഈ ഒരു ചാലക തത്വവുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്? ഇപ്പം നമ്മൾ നോക്കൂ, ചെറുപ്രായമാകുമ്പോൾ നമ്മൾ 2 കൈയും നമുക്ക് ഒരുപോലെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ എഴുതുന്നത് വലത് കൈ വെച്ചിട്ട് സ്ഥിരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ഇടത് കൈ വെച്ച് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് അതേ ഭംഗിയിലും അല്ലെങ്കിൽ അതേ സ്പീഡിലും ഇടത്തെ കൈ ഉപയോഗിച്ച് എഴുതാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? ബൈലാറ്ററൽ നിന്ന് നമ്മൾ ആ യൂണിലാറ്ററൽ എന്ന് പറയുന്ന ആ ഒരു വികസനം നമ്മൾ കൈവരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 4 പോയിന്റ്സ് ആണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ചാലക വികാസ തത്വങ്ങൾ ഏതൊക്കെയാണ്? സ്ഥൂല ചലനത്തിൽ നിന്ന് സൂക്ഷ്മ ചലനത്തിലേക്ക്, സ്ഥൂല പേശികളിൽ നിന്ന് സൂക്ഷ്മ പേശികളിലേക്ക്. നെക്സ്റ്റ് പോയിന്റ്, ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക്, അധികോർജ വിനിമയത്തിൽ നിന്ന് ലഘു പ്രയത്നത്തിലേക്ക്. ലാസ്റ്റ് പോയിന്റ്, ദ്വിപാർശ്വത്തിൽ നിന്ന് ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ, ദ്വിപാർശ്വത്തിൽ നിന്ന് ഏകപാർശ്വത്തിലേക്ക്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? വൈകിയുണ്ടാകുന്ന ചാലക വികാസം. വൈകിയുണ്ടാകുന്ന ചാലക വികാസത്തെയാണ് വിളംബിത ചാലക വികാസം അല്ലെങ്കിൽ ഡിലേഡ് എന്നുള്ളതിൻ്റെ മലയാളം ടേമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വിളംബിത ചാലക വികാസം അല്ലെങ്കിൽ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഓരോ പ്രായത്തിലും കുട്ടി ചില ശാരീരിക ചാലക പ്രവർത്തനങ്ങൾ, ഫിസിക്കൽ മോട്ടോർ ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ പ്രായമുള്ള എല്ലാ കുട്ടികളും ഒരേ നിലവാരത്തിലുള്ള ചാലക പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നില്ല. ചില കുട്ടികളിൽ അല്പം കാലതാമസം വരാനുള്ള സാധ്യതയുണ്ട്, വൈകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ വിളംബിത ചാലക വികാസത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, അനാരോഗ്യം, ഭയം, അഭ്യാസക്കുറവ്, സ്ഥൂല ചലനങ്ങൾ അഭ്യസിക്കുന്നതിന് മുൻപ് സൂക്ഷ്മചലനങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം, തടിച്ച ശരീരം, ബുദ്ധിവികാസത്തിലുള്ള കുറവുകൾ, അഭിപ്രേരണാരാഹിത്യം. ഇതൊക്കെയാകാം വിളംബിത ചാലക വികാസം, ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റിനുള്ള കാരണങ്ങൾ. എന്തൊക്കെയാണ്? അനാരോഗ്യം, ഭയം, അഭ്യാസക്കുറവ്, സ്ഥൂലചലനത്തിൽ അല്ലെങ്കിൽ സ്ഥൂലചലനങ്ങൾ അഭ്യസിക്കുന്നതിന് മുൻപ് സൂക്ഷ്മചലനങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം കാരണം, തടിച്ച ശരീരം, ബുദ്ധിവികാസത്തിനുള്ള കുറവുകൾ, അഭിപ്രേരണാരാഹിത്യം. ഇതൊക്കെ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റിനുള്ള കാരണങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സുഗമമായിട്ടുള്ള ചാലക വികാസത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ശൈശവഘട്ടത്തിൽ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് ആർക്കേ സാധിക്കൂ? കുടുംബാംഗങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ശൈശവഘട്ടത്തിൽ കുടുംബത്തിനും ആദ്യ ബാല്യത്തിലേക്ക് വരുമ്പോൾ പ്രീ പ്രൈമറി സ്കൂളുകൾക്കും കുഞ്ഞിൻ്റെ ചാലക വികാസത്തിൽ സങ്കീർണമായിട്ടുള്ള റോൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. ഓരോ കാലഘട്ടത്തിലും കുട്ടികൾക്കുണ്ടാവുന്ന ശാരീരിക മാറ്റങ്ങൾ രക്ഷിതാക്കളും അധ്യാപകരും അറിഞ്ഞിരിക്കണം. കുട്ടികൾക്ക് സന്തുലിതമായ പോഷകാഹാരം നൽകുന്നതിൽ വീടും വിദ്യാലയവും ബാധ്യതപ്പെട്ടിരിക്കുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി ഈ തലത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ചുവടുവയ്പ്പാണ്. സ്കൂൾ പാഠ്യപദ്ധതി ചാലക വികാസത്തിന് അനുഗുണമായ പഠന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്.
അപ്പോൾ നോക്കുക, ഇനി അടുത്തത് വരുന്നത് വൈകാരിക വികസനം അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ഇമോഷണൽ ഡെവലപ്മെന്റ്, ബ്രിഡ്ജസ് ചാർട്ടിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വരും അല്ലേ? കാതറിൻ ബ്രിഡ്ജസിന്റെ ബ്രിഡ്ജസ് ചാർട്ടിനെ കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുണ്ട്. നോക്കാം. അപ്പോൾ ആദ്യം ശിശുവികാരങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശിശുവികാരങ്ങൾ അമ്മമാർക്ക് പ്രത്യേകിച്ച് ഇത് പഠിക്കുകയൊന്നും വേണ്ട, വായിക്കുകയൊന്നും വേണ്ട, അവർക്ക് പറയാതെ തന്നെ അല്ലെങ്കിൽ പഠിക്കാതെ തന്നെ പറയാനായിട്ട് സാധിക്കും അല്ലേ? ഇനി ശിശുവികാരങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെ? ശിശുവികാരങ്ങൾ എന്താണ്? ക്ഷണികമാണ്, അല്പസമയത്തേക്ക് മാത്രം ഉള്ളതാണ്. അല്പസമയം കഴിഞ്ഞ് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? അത് പെട്ടെന്ന് നിലയ്ക്കും. അപ്പോൾ പ്രായമാകും തോറും വികാര പ്രകടനത്തെ സാമൂഹിക നിയന്ത്രണങ്ങൾ സ്വാധീനിക്കുന്നത് കാരണം വികാരങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്ന രീതിയിലേക്ക് മാറും. ശിശുവികാരങ്ങൾ ക്ഷണികമാണ് അല്ലെങ്കിൽ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാണ്. ഇനി ശിശുവികാരങ്ങൾ എങ്ങനെയാണ്? തീവ്രമാണ്. ക്ഷണികമാണെന്നുള്ളത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് തീവ്രമാണെന്നുള്ളതാണ്. വികാരം ഉണർത്തുന്ന സാഹചര്യം വളരെ നിസ്സാരമായാൽ പോലും ശിശുക്കളുടെ വികാരങ്ങൾ തീവ്രമായിരിക്കും. കുട്ടികൾക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പൊതുവെ എളുപ്പമല്ല. വലിയ വേദന അനുഭവിക്കുമ്പോഴും ചെറിയ വേദന അനുഭവിക്കുമ്പോഴും ശക്തമായി കരയുന്ന കുട്ടികളാണ് നമുക്കുള്ളത്. അപ്പം ചെറിയ സന്തോഷാനുഭവം ലഭിക്കുമ്പോഴും അത്യുത്സാഹത്തോടെ പൊട്ടിച്ചിരിക്കുന്ന കുട്ടിയുടേത് തീവ്രതയോട് കൂടിയ പ്രകടനം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ശിശുവികാരങ്ങൾ തീവ്രമാണ് എന്ന് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. ചെറിയ വേദനയാണെങ്കിലും ശരി, വലിയ വേദനയാണെങ്കിലും ആ കുട്ടി വലിയ വായിൽ കരയും. അതുപോലെ ചെറിയ സന്തോഷമാണെങ്കിലും വലിയ സന്തോഷമാണെങ്കിലും പൊട്ടിച്ചിരിക്കും അല്ലെ? അപ്പം അതൊക്കെയാണ് ശിശുവികാരങ്ങൾ തീവ്രമാണ് എന്ന് പറയുന്നത്. പ്രായം കൂടുന്തോറും ഈ വികാര തീവ്രത കുറയുന്നു. പെട്ടെന്നുള്ള വികാര വിദ്വേഷം ഉണ്ടാവാതെ നിയന്ത്രിക്കാനൊക്കെ കഴിയുന്നു. ഇനി അടുത്തത് ശിശുവികാരങ്ങൾ മാറി മാറി വരുന്നു അല്ലെങ്കിൽ ശിശുവികാരങ്ങൾ ചഞ്ചലമാണ് എന്ന് പറയാം. ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ശിശുവികാരങ്ങൾ ക്ഷണികമാണ്. 2 ശിശുവികാരങ്ങൾ തീവ്രമാണ്. 3 ശിശുവികാരങ്ങൾ ചഞ്ചല സ്വഭാവത്തോടു കൂടിയുള്ളതാണ്. ശിശുക്കളുടെ വികാരങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്ന് മാറിപ്പോകും. കരയുന്ന കുട്ടിക്ക് കളിപ്പാട്ടം കിട്ടിയാൽ ദുഃഖം മാറി സന്തോഷം വരും. അതുപോലെ അസ്വാസ്ഥ്യത്തിൽ നിന്ന് ഉല്ലാസത്തിലേക്ക് തിരിയാൻ ചിലപ്പോൾ ഒരു മിഠായി മതിയാകും. കോപത്തിൽ നിന്ന് പുഞ്ചിരിയിലേക്കും പൊട്ടിച്ചിരിയിൽ നിന്ന് കണ്ണീരിലേക്കും പെട്ടെന്ന് മാറുന്ന ധാരാളം കുട്ടികളുണ്ട്. അതാണ് പറയുന്നത് ശിശുവികാരങ്ങൾ എന്താണ്? ചഞ്ചലമാണ് അല്ലെങ്കിൽ സ്ഥാനാന്തരണമുള്ളവയാണ്. ഇനി ശിശുവികാരങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, വൈകാരിക ദൃശ്യതയുള്ള സ്വഭാവമാണ് ശിശുവികാരങ്ങൾക്ക്. അപ്പോൾ ശിശുക്കളിലെ വൈകാരികത പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അവർക്ക് തങ്ങളുടെ വൈകാരിക വ്യവഹാരങ്ങൾ ഒളിച്ചു വെക്കാനാവില്ല അല്ലേ? എന്താണ്? മുഖമാണ് മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നതാണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ. മുതിർന്നവരിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു പഴഞ്ചൊല്ല അർത്ഥവത്തായിക്കൊള്ളണമെന്നില്ല. എന്നാലും കുഞ്ഞുങ്ങളുടെ കേസിൽ അങ്ങനെയല്ല. ശിശുക്കളിലെ വൈകാരികത നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. മുതിർന്നവർ വികാരത്തെ മറച്ചു വെച്ച് പെരുമാറും. അതിനാൽ മുതിർന്നവരുടെ യഥാർത്ഥ വികാരങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. കുഞ്ഞുങ്ങളിലാണെങ്കിൽ അവരുടെ വികാരങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത പോയിന്റ്, ശിശു വികാര പ്രകടനം കൂടെ ഉണ്ടാകുന്നു. അതായത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ശിശു നിരവധി തവണ വികാര പ്രകടനങ്ങൾ നടത്തും. ചിലപ്പോൾ ഒരുപാട് തവണ കരയും, ചിലപ്പോൾ ഒരുപാട് തവണ ചിരിക്കും അല്ലെ? അപ്പോൾ പ്രായമാകുമ്പോൾ വ്യക്തി സമായോജനം കൈവരിക്കാൻ പ്രാപ്തനാവും. അഡ്ജസ്റ്റ്മെന്റ് റെഡി ആവുകയും അതുപോലെ വികാര പ്രകടനങ്ങളുടെ ആവൃത്തി കുറയുകയും ചെയ്യും. നെക്സ്റ്റ്, ശിശുക്കളുടെ 2 വൈകാരിക അവസ്ഥകളുടെ ഇടവേള കുറവായിരിക്കും. നോക്കൂ, ശിശുക്കളുടെ വൈകാരിക അവസ്ഥകൾ മാറി മാറി വരും. കുഞ്ഞുങ്ങളിൽ 2 വൈകാരിക അവസ്ഥകളുടെ ഇടവേള വളരെ കുറവായിരിക്കും. എന്നാൽ മുതിർന്നവരിൽ ഈ ഇടവേള കൂടുതലായിരിക്കും. അതായത് ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാണ്? ശിശുവികാരം തീവ്രമാണ്, ക്ഷണികമാണ്, ചഞ്ചല സ്വഭാവമുള്ളതാണ്, ആവൃത്തി കൂടുതലാണ്, വൈകാരിക ദൃശ്യതയുള്ളതാണ്, അതുപോലെ അവരുടെ ആ ഒരു ശിശുവികാരത്തിൻ്റെ ഇടവേള കുറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശിശുക്കളിലെ വികാരങ്ങൾ എന്ന് പറയുന്നത് അല്ലെ വികാര പ്രകടനങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതിലാളനവും തിരസ്കരണവും കുട്ടികളുടെ വൈകാരിക സന്തുലിതാവസ്ഥയുടെ താളം തെറ്റിക്കും. അധ്യാപകരും രക്ഷിതാക്കളും വൈകാരിക നിയന്ത്രണമുള്ളവരായാൽ കുട്ടികളും ഒരു പരിധിവരെ അങ്ങനെയായി തീരാൻ തന്നെ ഇടയുണ്ട്. ഇനി കുട്ടികളിലെ പ്രധാന വികാരങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഭയം അല്ലെ? അവരിലെ ഭയമാണ് ഒന്ന്. ഉച്ചത്തിലുള്ള ശബ്ദം, ഇരുട്ട്, ഉയർന്ന സ്ഥലങ്ങൾ, മൃഗങ്ങൾ, ഒറ്റപ്പെടൽ, വേദന, അപരിചിതരായിട്ടുള്ള വ്യക്തികൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, ഇതൊക്കെ കുട്ടികളിൽ പൊതുവെ ഭയം ജനിപ്പിക്കുന്ന ചോദകങ്ങളാണ്. 2 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് ദൃശ്യമാകുന്നത്. അപ്പോൾ നോക്കിയേ, ബുദ്ധി, ലിംഗഭേദം, സാമൂഹിക സാമ്പത്തിക അവസ്ഥ, ശാരീരിക അവസ്ഥ, സുരക്ഷിതത്വ ബോധം, സാമൂഹിക ബന്ധങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾക്കനുസരിച്ച് കുട്ടികളിൽ ഭയം എന്ന വികാരത്തിന്റെ പ്രകടനം വ്യത്യാസമായിരിക്കും. അപ്പം നമുക്കറിയാം കുട്ടികളിലെ ഭയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കണ്ടീഷനിങ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ അല്ലേ? അതൊക്കെ നമ്മൾ ആ തിയറി പഠിക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് പറയൂ കേട്ടോ.
ഭയത്തിന് കാരണമാകുന്നവയെ, അപ്പോൾ ജസ്റ്റ് ഈ കാര്യം ഈ ഒരു പോയിന്റ് മാത്രം പഠിക്കുക. ആ ഒരു തിയറി ഏതാണെന്നുള്ളത് തിയറി പഠിക്കുമ്പോൾ നമുക്ക് വരാം. ഭയത്തിന് കാരണമാകുന്നവയെ പരിചയപ്പെടാനും അവയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാനും സഹായിച്ച് അതിനെ ഭയപ്പെടേണ്ടതില്ല എന്ന് പ്രായോഗികമായി തെളിയിക്കുക എന്നതാണ് ഭയം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. ഓക്കെ, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ ഭയം ഒഴിവാക്കാൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്തത് എംബ്രാസ്മെന്റ് അല്ലെങ്കിൽ സംഭ്രമം. നോക്കിയേ, മറ്റൊരു വ്യക്തികളോ തന്നെക്കുറിച്ച് എന്ത് കരുതും അല്ലെങ്കിൽ തന്നെ എങ്ങനെ വിലയിരുത്തും എന്നത് സംബന്ധിച്ച് വ്യക്തികൾക്കുണ്ടാവുന്ന അങ്കലാപ്പിനെയാണ് എംബ്രാസ്മെന്റ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ വികാരം 5-6 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സാധാരണയായി കാണാറില്ല. കുട്ടികളുടെ പ്രായം വർദ്ധിക്കും തോറും ഈ സംഭ്രമം വർദ്ധിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതിപ്പോൾ ചെറിയ കുട്ടികളിൽ മാത്രമല്ല, മുതിർന്നവരിലും ഇങ്ങനെ ഒരു തോന്നലുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കേട്ടോ. പരിഹാസ്യനായതോ അപമാനിതനായതോ ആയ സന്ദർഭങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ സംഭ്രമം വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും. നെക്സ്റ്റ് ഒരു പോയിന്റ് ആകുലതയാണ്. ആകുലത ഭയത്തിന്റെ സാങ്കല്പിക രൂപമാണ് ആകുലത. യഥാർത്ഥ ചോദകങ്ങൾക്ക് പകരം ഭയാനക സന്ദർഭങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ് ആകുലത ഉണ്ടാവുന്നത്. കുട്ടികളിൽ ഭാവനാശേഷി വികസിച്ചതിന് ശേഷമാണ് ഈ വികാരം പ്രത്യക്ഷമാകുന്നത്. ഭാവനാശേഷി വികസിച്ചതിന് ശേഷമാണ് ആകുലത പ്രത്യക്ഷമാകുന്നത്. ഏകദേശം 3 വയസ്സോടെ ആകുലത പ്രകടിപ്പിക്കാൻ ആരംഭിക്കുന്ന കുട്ടികളിൽ കൗമാരപ്രായത്തിന്റെ തുടക്കം വരെ ഈ വികാരം വർദ്ധിക്കുന്നതായി കാണുന്നു. തുടർന്ന് യുക്തിചിന്തയ്ക്കുള്ള കഴിവ് വികസിക്കുന്നതോടുകൂടി ആകുലതയുടെ പിന്നിലുള്ള അർത്ഥശൂന്യത തിരിച്ചറിയുകയും ഈ വികാരത്തിന്റെ തീവ്രത കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ആകുലത പറഞ്ഞു, ഭയം പറഞ്ഞു, സംഭ്രമം പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഉത്കണ്ഠ. ഇതൊക്കെ അറിയുന്നതാണ്, ജസ്റ്റ് വായിച്ചു വിടുന്നതേ ഉള്ളൂ കേട്ടോ. സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അനഭിലഷണീയമായ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ഉത്കണ്ഠ. ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥ അനുഭവപ്പെടുന്നു. വിഷാദഭാവം, അസ്വസ്ഥത, മനോനിലയിലെ ചാഞ്ചാട്ടം, ഉറക്കമില്ലായ്മ, ക്ഷിപ്രകോപം, മറ്റുള്ളവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടുമുള്ള അസാധാരണമായ പ്രതികരണം എന്നിവയൊക്കെ ഉത്കണ്ഠയുടെ പ്രകടിത രൂപങ്ങളാണ്. മറ്റൊന്ന് കോപം. ഇനി കോപം നോക്കാം. എന്താണ്? ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, ശിക്ഷിക്കപ്പെടുക, അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നും മുതലെടുക്കുന്ന വികാരമാണ് കോപം എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പൾസീവ് റെസ്പോൺസും അതുപോലെ ഇൻഹിബിറ്റഡ് റെസ്പോൺസ് 2 രീതിയിലാണ് പ്രധാനമായിട്ട് കോപത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നത്. എന്താണ് ഇമ്പൾസീവ് റെസ്പോൺസ് എന്ന് പറയുന്നത്? ഭവിഷ്യത്തുകളെക്കുറിച്ച് ആലോചിക്കാതെ പൊടുന്നനെയുള്ള കോപപ്രകടനമാണ് ഇമ്പൾസീവ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അടിക്കുക, ചവിട്ടുക, കടിക്കുക, തള്ളുക, വലിക്കുക, ഇതൊക്കെ എന്താണ് ഈ ഒരു മാർഗങ്ങളിലൂടെയൊക്കെ കോപം പ്രകടിപ്പിക്കുന്നതാണ്. അതായത് ഭവിഷ്യത്തുകളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ അടിക്കുക, ഇടിക്കുക ഒക്കെ ചെയ്യുന്നതാണ് ഇമ്പൾസീവ് റെസ്പോൺസ് നമുക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നത്. ഇനി ഇൻഹിബിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ കോപം പ്രകടിപ്പിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുഖം കറുപ്പിച്ച് നടക്കുക, വേദന, ദുഃഖമൊക്കെ പ്രകടിപ്പിക്കുക, പരിസരത്ത് നിന്ന് മാറിപ്പോവുക, അത് അങ്ങനത്തെയുള്ള മാർഗങ്ങളൊക്കെ അവലംബിക്കുന്നത് ഇൻഹിബിറ്റഡ് റെസ്പോൺസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ കീഴും മേലും നോക്കാതെ പ്രവർത്തിക്കുക എന്ന് പറയുന്നില്ലേ, അല്ലെങ്കിൽ എന്താണ് ഒറ്റ ബുദ്ധിക്കാരായിട്ടുള്ള ആളുകളെന്ന് നമ്മൾ പറയാറുണ്ട്. അതൊക്കെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താം? ഇമ്പൾസീവ് റെസ്പോൺസിൽ ഉൾപ്പെടുത്താം. എന്ന് വെച്ചാൽ ഭവിഷ്യത്തുകളെക്കുറിച്ച് ആലോചിക്കാതെ പൊടുന്നനെ എന്താണ് അവൻ്റെ ആ ഒരു കോപം പ്രകടിപ്പിക്കുന്നതാണ് ഇമ്പൾസീവ് റെസ്പോൺസ്. ഇൻഹിബിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ കോപം അയാളോട് പ്രകടിപ്പിച്ചാൽ എന്തൊക്കെ ഭവിഷ്യത്തുകൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മിണ്ടാതെ നടക്കുക, ആ ഒരു ഭാഗത്തുനിന്ന് മാറിപ്പോവുകയാണ്. അങ്ങനെയൊക്കെയുള്ളതിന് ഇൻഹിബിറ്റഡ് റെസ്പോൺസിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ കോപത്തെ കോപം കൊണ്ട് നേരിടാതെ സൗമ്യമായി നേരിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കോപ നിയന്ത്രണത്തിനുള്ള മാർഗം, അല്ലേ? ഇനി അസൂയ. അസൂയ എന്ന് പറയുമ്പോൾ എന്താ? തനിക്ക് ലഭിക്കേണ്ടത് മറ്റൊരാൾക്ക് ലഭിക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ലഭിക്കുന്ന സന്ദർഭങ്ങളോ ജനിപ്പിക്കുന്ന വികാരമാണ് അസൂയ എന്ന് പറയുന്നത്. ഭയം, കോപം എന്നീ വികാരങ്ങളുമായി ചേർന്ന് പ്രകടമാകുന്ന ഒരു എന്താണ് വികാരമാണ് അസൂയ. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഇനി വിഷാദം. വിഷാദം എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നവ നഷ്ടമാകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണ് വിഷാദം എന്ന് പറയുന്നത്. ഇനി ജിജ്ഞാസ എന്ന് പറയുമ്പോഴോ അറിയാനുള്ള ആഗ്രഹമാണ്, അല്ലേ? തൻ്റെ ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന് അറിയാനുള്ള ആഗ്രഹമാണ് ഈ ജിജ്ഞാസ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി ആനന്ദം. ആനന്ദം അറിയാലോ എന്താണ്? അഭിലഷണീയമായിട്ടുള്ള വികാരമായിട്ട് ആനന്ദത്തെ നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കും. ശൈശവാവസ്ഥയിൽ ശാരീരികമായ സുഖാവസ്ഥകളുടെ പ്രതികരണത്തിനായി കുട്ടികൾ ആനന്ദം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആനന്ദം അല്ലെങ്കിൽ ആഹ്ലാദം എന്നൊക്കെ പറയുന്ന വികാരം എന്താ നമുക്കറിയാം. അതുപോലെ സ്നേഹം അല്ലെങ്കിൽ അഫെക്ഷൻ. തൻ്റെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുന്നവരോടും കൂടെ കളിക്കുന്നവരോടും തനിക്ക് ആനന്ദവും സംതൃപ്തിയും നൽകുന്നവരോടും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കാതറിൻ എം ബ്രിഡ്ജസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചാർട്ട്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, കുട്ടികളിലെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് സ്കീം കാണിക്കുന്ന ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്.
1931 ഇവർ ഇങ്ങനെ ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്തത്. നമുക്കതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ പ്രശസ്ത മനഃശാസ്ത്രയായിട്ടുള്ള കാതറിൻ എം ബ്രിഡ്ജസ് എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ചാർട്ട്, കാതറിൻ എം ബ്രിഡ്ജസിൻ്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാർട്ട് കൊണ്ടുവന്നു അല്ലേ. ഇമോഷണൽ ഡെവലപ്മെൻറ്റ് സ്കീമാണത്. ഡെവലപ്മെൻറ്റ് ഓഫ് ഇമോഷൻസ് ഇൻ ചിൽഡ്രൻ കാണിക്കുന്ന ഒരു ചാർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാതറിൻ എം ബ്രിഡ്ജസ് ആണ്. അപ്പോൾ ഇവരെന്താ ചെയ്തത്? നവജാത ശിശുക്കൾ മുതൽ 24 മാസം പ്രായമായ കുട്ടികളെ വരെ അവർ ഒരു വലിയ സംഘമാക്കി എന്നിട്ട് വാത്സല്യഗ്രഹത്തിൽ വെച്ച് നിരീക്ഷിച്ചാണ് പഠനത്തിന് വിധേയമാക്കിയത്. നവജാത ശിശുക്കളിൽ വൈകാരികമായ ഒരു തരം സന്ത്രാസം അല്ലെങ്കിൽ ഇളക്കം എക്സൈറ്റ്മെന്റ് മാത്രമാണ് കാണപ്പെടുന്നത് എന്നവർ കണ്ടെത്തി. നവജാത ശിശുക്കളിൽ വൈകാരികമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് മാത്രമാണ് കാണപ്പെടുന്നത് എന്നവർ കണ്ടെത്തി. കൃത്യമായി വ്യവച്ഛേദിച്ചറിയാത്ത ഒരു സാമാന്യമായ വികാര പ്രകടനം കുറഞ്ഞ കാലത്തിനുള്ളിൽ അവസാനിക്കുകയും ചെയ്യും. നവജാത ശിശുക്കളിലെ ഈ ഒരു സന്ത്രാസം അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് 3 മാസം ആകുമ്പോൾ അത് ഒന്നുകിൽ അസ്വാസ്ഥ്യമായിട്ട് മാറും അല്ലെങ്കിൽ ഉല്ലാസമായിട്ടും വികസിക്കും എന്നാണ് പറയുന്നത്. അപ്പം 3 മാസം കഴിഞ്ഞ് പിന്നെ 6 മാസം ആകുമ്പോൾ നിഷേധാത്മക വികാരങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാവുകയും അസ്വാസ്ഥ്യം എന്ന് പറയുന്നത് ഭയം അല്ലെങ്കിൽ വെറുപ്പ് അല്ലെങ്കിൽ കോപമായി വികസിക്കുകയും ചെയ്യും. പിന്നീട് 12 മാസമാകുമ്പോൾ ആ കുഞ്ഞിന് ഒരു വയസ്സാകുമ്പോൾ സൃഷ്ടിപരമായ വികാരങ്ങൾ രംഗത്തെത്തുകയും പ്രഹർഷം അല്ലെങ്കിൽ ഇലേഷനും പ്രിയവുമായി വേർതിരികയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. 18 മാസമാകുമ്പോൾ കുഞ്ഞിന് 1.5 വയസ്സാകുമ്പോൾ അസ്വാസ്ഥ്യത്തിൽ നിന്ന് അസൂയ അല്ലെങ്കിൽ ഈർഷ്യ വികസിക്കും. പിന്നെ പ്രായപൂർത്തിയാവുന്നവരോടുള്ള പ്രിയവും കുട്ടികളോടുള്ള വാത്സല്യവുമായി വേർതിരിഞ്ഞ് ആനന്ദം പ്രത്യക്ഷമാവും. അപ്പോൾ ഓരോ വികാരങ്ങൾ ഏത് സമയത്താണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ബ്രിഡ്ജസ് ചാർട്ടിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ബ്രിഡ്ജസ് ചാർട്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കൂടി ഒന്ന് ബ്രിഡ്ജസ് ചാർട്ട് കൺസോൾഡേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണ്? കാതറിൻ എം ബ്രിഡ്ജസ് നവജാത ശിശുക്കൾ മുതൽ 24 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഒരു വാത്സല്യഗ്രഹത്തിൽ വെച്ച് നിരീക്ഷിച്ചുകൊണ്ട് ഒരു ചാർട്ട് റെഡിയാക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന സന്ത്രാസം അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് എന്ന വികാരം ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സമയത്ത് മറ്റു വികാരങ്ങളായി മാറുന്നു എന്നുള്ളൊരു ഒബ്സർവേഷൻ ചാർട്ടാണ് ഇത്. അപ്പോൾ ഈ സന്ത്രാസം എന്ന് പറയുന്ന കാര്യങ്ങൾ നവജാത ശിശുക്കളിൽ നിന്ന് 3 മാസമായി മാറുമ്പോഴേക്കും ഈ സന്ത്രാസം എന്തായി മാറും? അസ്വാസ്ഥ്യം അല്ലെങ്കിൽ ഉല്ലാസമായിട്ട് മാറും. പിന്നെ 6 മാസമാകുമ്പോൾ ഈ സന്ത്രാസം എന്ന് പറയുന്ന വികാരം മറ്റെന്തായിട്ട് മാറും? അസ്വാസ്ഥ്യം, ഭയം, വെറുപ്പ് എന്നിവയായി മാറും. ഇനി 12 മാസം ആ കുട്ടിക്ക് 1 വയസ്സാവുമ്പോഴേക്കും അത് പ്രഹർഷം അല്ലെങ്കിൽ പ്രിയമായിട്ട് മാറും. ഓക്കെ, അഫെക്ഷൻ അല്ലെങ്കിൽ ഇലേഷൻ ആയിട്ട് മാറും. പിന്നെ 18 മാസമാകുമ്പോഴേക്കും ഇത് മാറിയിട്ട് എന്തായിട്ട് മാറും? ഈ അസ്വാസ്ഥ്യത്തിൽ നിന്നാണ് അസൂയ അല്ലെങ്കിൽ ഈർഷ്യ എന്ന് ഉള്ള വികാരമായിട്ട് മാറും. ജലസി ഉണ്ടാവുന്നത് ആ ഒരു 18 മാസത്തിന് ശേഷമാണ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവുന്ന വികാരങ്ങൾ ഏതൊക്കെയാണ്? കുട്ടികളോടുള്ള വാത്സല്യം, അഫെക്ഷൻ ഫോർ ചിൽഡ്രൻ, അഫെക്ഷൻ ഫോർ അഡൽട്ട്. പിന്നെ ഉണ്ടാവുന്ന ഒരു വികാരം ജലസി. അപ്പോൾ 18 മാസത്തിലാണ് എന്ത് വരുന്നത്? ജലസി, അഫെക്ഷൻ ഫോർ ചിൽഡ്രൻ, അഫെക്ഷൻ ഫോർ അഡൽട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഈ പറഞ്ഞ കാര്യം? അപ്പോൾ നമ്മുടെ കാതറിൻ എം ബ്രിഡ്ജസ് നവജാത ശിശുക്കൾ മുതൽ 24 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ വാത്സല്യഗ്രഹത്തിൽ വെച്ച് ഒബ്സർവ് ചെയ്തതിന് ശേഷം കൊണ്ടുവന്ന ഒരു ചാർട്ടാണ്. ഇനി ഈ ഒരു ചാർട്ട് ഒന്ന് നോക്കാം. ഈ ഒരു ചാർട്ടിൽ നമുക്ക് ബ്രിഡ്ജസിൻ്റെ ചാർട്ടാണ്. ഇപ്പോൾ ജനറലൈസ്ഡ് എക്സൈറ്റ്മെൻറ്റിനെ നമുക്ക് 3 മാസം ആകുമ്പോഴേക്കും ഡിലൈറ്റ്, ഡിസ്ട്രെസ് എന്ന് പറയുന്ന 2 ഫീലിങ്സിലേക്ക് വരും. നമുക്കറിയാം ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഫീലിങ്ങും ഡിസ്ട്രെസ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിംഗുമാണ്. അപ്പോൾ ഡിലൈറ്റ് എന്ന പോസിറ്റീവായിട്ടുള്ള ഫീലിങ്ങിൽ നിന്നാണ് 12 മാസം ആകുമ്പോഴേക്കും ആ കുട്ടിയുടെ ഫീലിംഗ് അഫെക്ഷൻ അല്ലെങ്കിൽ ഇലേഷനായിട്ട് മാറുന്നത്. ഈ അഫെക്ഷനിൽ നിന്നാണ് പിന്നീട് കുഞ്ഞ് 18 മാസം പ്രായമാകുമ്പോഴേക്കും അഫെക്ഷൻ ഫോർ ചിൽഡ്രൻ എന്നും അഫെക്ഷൻ ഫോർ അഡൽട്ട് എന്ന 2 ഫീലിംഗ് ആയിട്ട് വരുന്നത്. ഇനി നോക്കൂ, ഡിസ്ട്രെസ് എന്ന നെഗറ്റീവ് ഫീലിംഗ് 3 മാസത്തിലുള്ള കുട്ടിക്ക് ഫീൽ ആവുമ്പോൾ അത് 6 മാസത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ഡിസ്ട്രെസ് ആങ്കർ, ഡിസ്ഗസ്റ്റ്, ഫിയർ എന്ന വികാരത്തിലേക്ക് എത്തുന്നുണ്ട്, എന്ന ഇമോഷണൽ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്നുണ്ട്. പിന്നീട് 18 മാസമായി കഴിയുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ജലസി എന്ന ഫീലിംഗ് ഡിസ്ട്രെസ്സിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ചാർട്ട് പ്രത്യേകം ഒബ്സർവ് ചെയ്യുക. നമ്മുടെ കാതറിൻ ബ്രിഡ്ജസിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമോഷൻ ഇൻ ചിൽഡ്രൻ എന്ന ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു ഭാഗത്തോട്ട് വരാം.
ഇവിടെ 2 ബുക്സിൻ്റെ പേര് പറയുന്നുണ്ട്. നമ്മുടെ കാതറിൻ എം ബ്രിഡ്ജസിൻ്റെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളാണ്. നോക്കാം. സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രീ സ്കൂൾ ചൈൽഡ്. നെക്സ്റ്റ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഇൻ ഏർലി ഇൻഫാൻസി. നെക്സ്റ്റ് ഒരു ബുക്ക് എ സൈക്കോളജിക്കൽ സ്റ്റഡി ഓഫ് ജുവലൈൻ ഡെലിക്വൻസി ബൈ ഗ്രൂപ്പ് മെത്തേഡ്സ്. ഓക്കെ, എ സൈക്കോളജിക്കൽ സ്റ്റഡി ഓഫ് ജുവലൈൻ ഡെലിക്വൻസി ബൈ ഗ്രൂപ്പ് മെത്തേഡ്സ് എന്നിവ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ആരുടെയാണ്? കാതറിൻ ബ്രിഡ്ജസിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം പ്രത്യേകിച്ചൊന്ന് നോക്കി വെച്ചേക്കുക. എ സൈക്കോളജിക്കൽ സ്റ്റഡി ഓഫ് ജുവനൈൽ ഡെലിക്വൻസി ബൈ ഗ്രൂപ്പ് മെത്തേഡ്. കാതറിൻ എം ബ്രിഡ്ജസിൻ്റെ പ്രധാന കണ്ടെത്തലുകളാണ് തന്നിരിക്കുന്നത്. വികാസത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ വൈകാരിക പ്രതികരണങ്ങൾ വളരെ പൊതുവായ രീതിയിലാണെങ്കിൽ 2 മുതൽ 3.5 വയസ്സ് വരെ ദേഷ്യത്തിൻ്റെ വിസ്ഫോടനം കൂടുതലായിരിക്കും. അതുപോലെ ചില കുട്ടികളിൽ സെൽഫ് അസേർട്ടീവ് വളരെ കൂടുതലാണ്, ആത്മസ്ഥാപനം വളരെ കൂടുതലാണ്. വളരുന്നതിനനുസരിച്ച് ദയയും അനുതാപവും ഒക്കെ കാണാനായിട്ട് സാധിക്കും. പുതിയ ആളുകളോട് അനുകമ്പയും സൗഹൃദവും കാട്ടുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മുടെ കാതറിൻ ബ്രിഡ്ജസിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബ്രിഡ്ജസ് ചാർട്ട് റെഫർ ചെയ്യുന്നതിലൂടെ അവർ നടത്തിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം. വൈകാരിക വികാസത്തിൽ രക്ഷിതാക്കൾ, അധ്യാപകർ, സമസംഘങ്ങൾ, അയൽപക്കം തുടങ്ങിയവരുടെ പങ്കിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. നോക്കാം. ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തടസ്സങ്ങളും വൈകാരിക വികാസത്തെ പ്രതികൂലമായി ബാധിക്കും. ഇതറിഞ്ഞുകൊണ്ട് വേണം രക്ഷിതാക്കൾ കുട്ടികളോട് ഇടപെടേണ്ടത്. വികാരങ്ങളുടെ അഭിലഷണീയമായ പ്രകടനങ്ങൾക്ക് സാഹചര്യം ഒരുക്കുമ്പോൾ തന്നെ വൈകാരിക നിയന്ത്രണത്തിൻ്റെ മാതൃകകളും കുടുംബത്തിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കണം. കുടുംബത്തിലെ മറ്റംഗങ്ങൾ തമ്മിലുള്ള ബന്ധവും കുടുംബാന്തരീക്ഷവും വൈകാരിക ബന്ധത്തെ സ്വാധീനിക്കുമെന്ന് പറയാതെ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? അതുപോലെ അവഗണന, അമിതമായ പരിഗണന എന്നിവയൊക്കെ ഒരുപോലെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അയൽവക്കക്കാരോടുള്ള ബന്ധവും പ്രധാനം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വൈകാരിക ബുദ്ധിയെക്കുറിച്ചാണ്, ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കൺസോൾഡേറ്റ് ചെയ്താൽ ചാലക വികാസ തത്വങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം. ചാലക വികാസ തത്വങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, പിന്നെ വൈകി ഉണ്ടാവുന്ന ചാലക വികാസ അല്ലെങ്കിൽ വിളംബിത ചാലക വികാസത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ വരുന്നത് എന്താണ്? വൈകാരിക വികാസം, ശിശുക്കളുടെ പ്രത്യേകത, ശിശുക്കളുടെ വികാരങ്ങളുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുട്ടികളിലെ വികാരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കാതറിൻ എം ബ്രിഡ്ജസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാതറിൻ ബ്രിഡ്ജസിൻ്റെ ആ ഒരു സന്ത്രാസം എന്ന് പറയുന്ന ആ ഒരു വികാരത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അവരുടെ ബുക്സൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക വൈകാരിക ബുദ്ധിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടോ? എന്താണ് സൈക്കോളജി ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം? നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഇല്ലേ, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി കൊടുക്കുക കേട്ടോ. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസൊക്കെ ആക്സസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. താങ്ക്